എന്നാൽ യഹൂദിയിൽ അർക്കലയോസ് തന്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു. സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി. ഈ ഭാഗത്ത് നിന്ന് ചിന്തിപ്പാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിലുള്ള ഭാഗങ്ങളിൽ ചിലത് ചിന്തിച്ചിരിക്കാനാണ്. മറിയയ്ക്ക് ദൂതൻ പ്രത്യക്ഷനാണ്. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കാൻ. ഈ ദൂതൻ മറിയോട് പറയും. മറിയ ഉടനെ ചോദിക്കുന്നത്, ഇത് എങ്ങനെ സംഭവിക്കും? അപ്പൊ ഈ ദൂത് മറിയ കേൾക്കുമ്പോ ഇത് സ്വാഭാവികമായി സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. മാനുഷികമായ നിലയിൽ ഇതിന് യാതൊരു കാര്യത്തിലും ഒരു പൂർത്തി വരുത്തില്ല. ഇത് മാനുഷികമായ നിലയിൽ ചിന്തിച്ചാൽ നടക്കുന്നതല്ല. ദൂതന്റെ മറുപടി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. അപ്പം ദൈവത്തിന്റെ പ്രവൃത്തി മാനുഷികമായ നിലയിൽ ഒരു മനുഷ്യന്റെ മേൽ നടപ്പിലാക്കാനാണ് പരിശുദ്ധാത്മാവ്. അതിലൂടെയാണ് പരിശുദ്ധാത്മാവ്. മനസ്സിലായവർക്കായ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതി ഒരു മനുഷ്യനിൽ നടപ്പാക്കാനുള്ളതിനു വേണ്ടിയും കൂടെയാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ പദ്ധതി മാനുഷികമായ നിലയിൽ നമ്മിൽ നടക്കണമെന്നില്ല. പക്ഷേ ആ മാനുഷികമായ നിലയിൽ നടക്കാൻ കഴിയാത്ത ഒന്നിനെ നമ്മുടെ ഈ ബലഹീനമായ നിലയിലുള്ള അന്തരീക്ഷത്തിൽ നമ്മിൽ നടപ്പിലാക്കി എടുക്കാനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. ഇത് മറിയ ഏറ്റെടുക്കുകയാണ്. ഈ ദൂത് മറിയ ഏറ്റെടുക്കുകയാണ്. മറിയ ഏറ്റെടുത്തു, അതിനുവേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യോസഫ് പറയും. രഹസ്യമായി ഗൂഢമായി അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഞാൻ അപവാദം വരുത്തുന്നില്ല, ഞാൻ പിന്മാറാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നു, സമ്മർദ്ദം കാണും. എന്തിനാ ഇതിനേക്കാൾ വലിയൊരു ബന്ധം നമുക്ക് കിട്ടാം? എന്തിനാ അതിൽ നിൽക്കുന്നത്? നമുക്ക് മറ്റൊരു ബന്ധം കിട്ടാം, നമുക്കിതിൽ നിന്ന് പിന്മാറാം എന്ന് സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതേ ദൂതൻ അന്ന് രാത്രി യോസഫിന് പ്രത്യക്ഷനാകുകയാണ്. മറിയയെ ഏറ്റുകൊള്ളുവാൻ നീ ശങ്കിക്കരുത്, അവളിൽ നടക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അതിനുശേഷം അർക്കലയോസിന്റെ കാലത്തും ഹെരോദാവിന്റെ കാലത്തും യേശുവിനെയും അമ്മയെയും സംരക്ഷിച്ച് ആ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ കൂടെ നിന്നത് യോസഫ് തന്നെയായിരുന്നു. അപ്പൊ നമ്മിൽ ഒരു ദൈവപ്രവൃത്തി നടക്കാൻ തുടങ്ങുമ്പോൾ, നമ്മിൽ ഒരു വാഗ്ദത്തം നിറവേറപ്പെടാൻ തുടങ്ങുമ്പോൾ, നമ്മിൽ ഒരു ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ തോന്നുമ്പോൾ, ആ വെളിപ്പാടിനെയും ആ ദർശനത്തെയും അംഗീകരിക്കാൻ കഴിയാത്തവർ ചിലപ്പോൾ നമ്മിൽ നിന്ന് അകലം പാലിച്ചേക്കാം. നമ്മിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കണ്ട്, നമ്മിലൊരു ദൈവമഹത്വം വെളിപ്പെടുന്നത് കണ്ട്, ദൈവം നമ്മെ അതിൽ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നത് കണ്ട്, അത് അംഗീകരിക്കാൻ കഴിയാതെ അതിൽ നിന്ന് പിന്തിരിയാൻ ആഗ്രഹിക്കുന്നവർ കാണും. പക്ഷേ നമ്മോട് ഇടപെട്ട അതേ ദൈവശബ്ദം അവരോട് ഇടപെട്ടിട്ട് ആ വാഗ്ദത്തം നിവർത്തിക്ക് നമ്മോടൊപ്പം നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇനിയും യേശുവിന്റെ ജനനത്തിൽ, ആ ജനന സമയത്ത് ഹെരോദാവിന്റെ അടുത്ത് വിദ്വാൻമാര് വരികയാണ്. വിദ്വാൻമാര് വന്നിട്ട് രാജാവ് എവിടെയെന്ന് ചോദിക്കുക. ഹെരോദാവിന് അത് പിടികിട്ടിയില്ല. ശാസ്ത്രിമാരോടും മറ്റുള്ളവരോടൊക്കെ അന്വേഷിച്ച സമയത്തെ അറിഞ്ഞിട്ട് ആ സമയം ഗണ്യമാക്കി അവർ യാത്ര പുറപ്പെടുകയാണ്. പുറപ്പെടാൻ നേരത്ത് വിദ്വാൻമാരോട് ഹെരോദാവ് പറഞ്ഞു, നിങ്ങൾ ശിശുവിനെ ചെന്ന് കാണുമ്പോ, ആ ശിശുവിനെ നിങ്ങൾ നമസ്കരിക്കുമ്പോ അത് എവിടെയാണെന്നുള്ള കൃത്യമായ കാര്യങ്ങൾ ഇതുവഴി തന്നെ വരണം. അതല്ല എന്നോടുണ്ടല്ലേ, ഇതുവഴി തന്നെ വരണം, മറ്റെതുവഴിയും പോകരുത്. ഇതുവഴി വന്ന് അത് എവിടെയാണെന്നുള്ള കൃത്യമായി എന്നോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്കും അവിടെ വന്ന് നമസ്കരിക്കാനാണ്, എനിക്കും വന്ന് അവനെ കാണാനാ. ഇത് പറഞ്ഞ് വിദ്വാൻമാര് പോകുമ്പോ വിദ്വാൻമാർ മനസ്സിൽ ഒരു ചിന്ത കാണും, ഇത്രയും വലിയ ആളായിട്ട് ആ ശിശുവിനെ കാണാൻ ഒരു ആഗ്രഹം. നമ്മൾ എങ്ങനെ പോയാലും അതുവഴി തന്നെ പോകാം, നമ്മൾ അതുവഴിയേ പോകാവൂ. കാരണം ഇത്രയും രാജാവായിട്ട് അദ്ദേഹത്തിന് ഒന്ന് കാണണമെന്നും നമസ്കരിക്കണമെന്നും ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായല്ലോ. അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ട് നമുക്ക് സ്ട്രഗിൾ ഉണ്ടായാലും നമ്മൾ അതുവഴിയേ പോകാവൂ.
അത് ശുദ്ധഗതിക്കാരായ വിദ്വാൻമാർ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. കാരണം ഇങ്ങനെ ഒരു മനസ്സുണ്ടായാലും. പക്ഷേ അത് കണ്ടതിന് ശേഷം ദൈവത്തിന്റെ ശബ്ദം വീണ്ടും വിദ്വാൻമാരോട്, നിങ്ങൾ ഹെരോദാവിന്റെ അരികിലൂടെ പോകരുത്, മറ്റൊരു വഴിയായി മടങ്ങി പോകണം. കാരണം ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിനാണ് അത് ചോദിച്ച് മനസ്സിലാക്കുന്നത്. നമ്മുടെ ആത്മീയ അന്തരീക്ഷവും നമ്മുടെ ദൈവകൃപയും നമ്മുടെ ദർശനവും വല്ലാതെ ചോദിച്ചറിയുന്നവരുമാണ്. പക്ഷേ നമ്മൾ ശുദ്ധഗതി കൊണ്ട് അവരും ആ അന്തരീക്ഷത്തിലേക്ക് വരാനായിരിക്കും, അവരും ആ നിലയിലേക്ക് എത്താനാകുമെന്ന് വിചാരിച്ച് നമ്മൾ മനസ്സ് തുറന്നു വരും. പക്ഷേ അത് നമ്മുടെ ആത്മീയ അന്തരീക്ഷത്തെ തകർക്കാനായിരിക്കും. അത് അറിയാവുന്ന ദൈവം അത് ദൈവശബ്ദം വഴി നമ്മെ തിരിച്ചുവിടാനിടയാകും. നമ്മുടെ ആത്മീയ അന്തരീക്ഷവും നമ്മുടെ ദൈവകൃപയും നമ്മുടെ സഭയുടെ അന്തരീക്ഷവും നമ്മുടെ ആത്മീയ നിറവും നമ്മുടെ കുടുംബങ്ങളുടെ ആത്മീയ നിലവാരവും തിരിച്ചറിഞ്ഞ് അതിനെ തകർക്കാൻ നോക്കുന്നവർ സ്നേഹത്തിൽ നമ്മോട് കാര്യം അന്വേഷിച്ചറിയുമ്പോൾ നാം തിരിച്ചറിയണം അത് തകർക്കാനായിരിക്കും. അത് അറിയാവുന്ന പരിശുദ്ധാത്മാവ് നമ്മെ വഴിതിരിച്ചു വിടുകയാണ്. ആ വഴി പോകരുത്. ആരാധിക്കാനുള്ള ആഗ്രഹം കൊണ്ടോ പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം കൊണ്ടോ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ആ കൊച്ചിനെ കളിപ്പിക്കാൻ തോന്നുന്ന മോഹം കൊണ്ടൊന്നും അല്ല. ആ പദ്ധതിയെ തകർക്കാനുള്ള അവന്റെ തയ്യാറെടുപ്പാണത്. ആ വഴി പോകരുത്. അങ്ങനെയുള്ള ദൈവകൃപ കണ്ട് നമ്മെ വല്ലാതെ ചൂഷണം ചെയ്യുന്നവരെ, നമ്മോട് ചോദിച്ചറിയുന്നവരെ സൂക്ഷിക്കണം. അത് മനസ്സിലാക്കിയെടുക്കാനുള്ള വിവേചനപരം പ്രാപിക്കണം. അത് പിശാച് തകർക്കാൻ നോക്കുന്നതാണ്. ശേഷം അവർ തിരിച്ചുപോയി. തിരിച്ചുപോയതിനു ശേഷം ആ കാലഘട്ടത്തിൽ യേശുവിനെ കൊണ്ട് മുന്നോട്ട് പോകുന്ന കാലയളവിൽ തന്നെയാണ് യോഹന്നാൻ സ്നാപകൻ വരുന്നത്. യോഹന്നാൻ സ്നാപകൻ വന്നതിന് ശേഷം ദൈവത്തിന്റെ കുഞ്ഞാടിനെ പരിചയപ്പെടുത്തുക. ദൈവത്തിന്റെ കുഞ്ഞാടിനെ പരിചയപ്പെടുത്തി വരിക. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, എന്നിലും ബലമേറിയവൻ. ഞാൻ ചിന്തിച്ചു, ഒരാളെ പരിചയപ്പെടുത്തുക. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു. അവിടെ ഒന്ന് നിന്നാൽ എന്റെ അത്രയും വരുമെന്ന് തോന്നുന്നില്ല. അങ്ങനൊന്നും പറഞ്ഞില്ല. എന്റെ അത്രയും വരുമെന്ന് തോന്നുന്നില്ല. എന്നേക്കാൾ വലിയവൻ. എന്തുകൊണ്ടാണ്? സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകൻ വലിയവനായതിന്റെ ഒരു റീസൺ ആയിട്ട് നമുക്ക് ഒരു എഴുതാം. തനിക്ക് പിന്നാലെ വരുന്ന ഒരുവനെ പരിചയപ്പെടുത്തിയത് തന്നേക്കാൾ ശ്രേഷ്ഠനായിട്ടാണ്. അപ്പം യോഹന്നാൻ സ്നാപകൻ എന്ന മനുഷ്യനെ ദൈവം വലിയവനാണെന്ന് പറയാനുള്ള ഒരു റീസൺ അതാകും. തന്റെ പിന്നാലെ വന്ന ഒരുവനെ പരിചയപ്പെടുത്തിയത് തനിക്ക് കീഴെയാക്കിയല്ല, തനിക്ക് മീതെയാക്കി, തന്നേക്കാൾ ശ്രേഷ്ഠനാക്കിയാണ് തന്നെ പരിചയപ്പെടുത്തിയത്. എന്റെ അത്രയും വരുമെന്ന് തോന്നുന്നില്ല കേട്ടോ. എന്റെ അത്രയും പ്രാർത്ഥനയും പാട്ടും ഒന്നും ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞല്ല, എന്നേക്കാൾ ശ്രേഷ്ഠനാണ്, എന്നേക്കാൾ വലിയവനാണ്, എന്നേക്കാൾ ആത്മീയ നിറവുള്ളവനാണെന്ന് കണ്ടാണ് പരിചയപ്പെടുത്തിയത്. അപ്പൊ എന്തുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ വലിയവനായത്? തന്റെ പിന്നാലെ വരുന്നവനെ തന്നേക്കാൾ വലിയവനാക്കാൻ, തന്നേക്കാൾ അഭിഷേകമുള്ളവനാക്കാൻ, തന്നേക്കാൾ ശ്രേഷ്ഠനായി പരിചയപ്പെടുത്താൻ കാണിച്ച മനസ്സാണ് യോഹന്നാൻ സ്നാപകനെ വലിയവനാക്കിയത്. ഇനി ഇങ്ങനെ സ്നാനപ്പെടുത്തി വരിക. ഞാൻ വാക്ക് നിർത്തുക. സ്നാനപ്പെടുത്തി വരിക. സ്നാനപ്പെടുത്തി വരുന്ന വഴിയാണ് യേശു വരുന്നത്. എന്റെ പിന്നാലെ ഒരു വരുന്നു, അവന്റെ ചെറുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു വരികയാണ്. അപ്പൊ ഉടനെ യേശു അവന്റെ കൈക്കീഴിൽ സ്നാനപ്പെടാൻ ആഗ്രഹിച്ചു. അപ്പൊ കൈക്കീഴിൽ സ്നാനപ്പെടാൻ ആഗ്രഹിച്ചപ്പോ യോഹന്നാൻ സ്നാപകൻ അതിനെ തടുക്കുക. അയ്യോ, ഞാനല്ല അത് ചെയ്യേണ്ടത്, ഞാനോ അത് ചെയ്യേണ്ടത്? ഇപ്പം നമ്മള് പഠിക്കാൻ വേണ്ടി ചിന്തിക്കുക. യോഹന്നാൻ സ്നാപകന്റെ അടുത്ത് യേശു വരുന്നതിന് മുൻപ് ഒരു 10-25 സ്നാനം നടത്തിയെന്നിരിക്കട്ടെ. യോഹന്നാൻ സ്നാപകന്റെ അടുത്തേക്ക് യേശു വരുന്നതിന് മുൻപ് ഒരു 10-25 സ്നാനം നടത്തിയെന്നിരിക്കട്ടെ. ഇപ്പൊ യേശു അരികിലേക്ക് വരുമ്പോഴേ ഞാൻ 10-25 സ്നാനം കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ദൈവകുഞ്ഞാടിനെയാ സ്നാനപ്പെടുത്തിയെന്നുള്ള അഹംഭാവമല്ല. യോഹന്നാൻ സ്നാപകനെ വലിയവനാക്കുന്ന രണ്ടാമത്തെ ചിന്തയാണ്. 10-20 സ്നാനം കഴിഞ്ഞ് ഈ കടവിൽ വന്ന് ഞാൻ ഇത്രയും ശുശ്രൂഷ ചെയ്തതിന് ശേഷം എന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടത് ദൈവകുഞ്ഞാടാണ്. ദൈവത്തിന്റെ പുത്രന്റെ മനുഷ്യാവതാരമായി വന്ന ദൈവകുഞ്ഞാടാണ് ഞാൻ സ്നാനപ്പെടുത്തിയെന്നുള്ള അഹംഭാവമല്ല. എത്ര ശുശ്രൂഷ ചെയ്താലും എത്ര പേരെ സ്നാനപ്പെടുത്തിയാലും ഈ ദൈവകുഞ്ഞാടിനെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചവനെ ശിരസിൽ കൈവയ്ക്കാൻ ഞാൻ യോഗ്യനാണോ എന്ന താഴ്മയാണ്. നമ്മെ വലിയവനാക്കുന്നത് നമ്മുടെ താഴ്മയാണ്. നമ്മേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുന്നതാണ്.
അങ്ങനെ നമുക്കായി മാറാൻ സർവശക്തൻ കൃപ ചെയ്യട്ടെ. അവസരം തന്ന കർത്തൃദാസന് നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കും.